ഓരോരുത്തരും അത് വിശ്വസിക്കണം. നിങ്ങൾ ഏത് വലിയ തകർച്ചകളിലൂടെ കടന്നു പോകുന്നെങ്കിലും ഈ ശുശ്രൂഷ തന്നെ അതിൻ്റെ അടയാളമാണ്. ഇപ്പം നമ്മൾ ചിന്തിച്ചേ, ഇപ്പോൾ ഈ ശുശ്രൂഷ ഇത് ലോകത്തുള്ള എല്ലാവരും പങ്കെടുക്കുന്നില്ല, മറിച്ച് തെരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്, അല്ലേ? അതേന്ന്, ഇതൊരു തെരഞ്ഞെടുപ്പാണ്. ഇതൊരു തെരഞ്ഞെടുപ്പാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ദൈവം നിന്നെ തെരഞ്ഞെടുത്തതാണ്. നിങ്ങളുടെ ഇടവകയിൽ തന്നെ എത്ര കുടുംബങ്ങളുണ്ട്, എത്ര വ്യക്തികളുണ്ട്, എന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾ മാത്രം ശുശ്രൂഷയ്ക്ക് ഇവിടെ പങ്കെടുക്കുന്നു? കാരണം ദൈവം നിന്നെ ആ ദേശത്ത് നിന്ന് തെരഞ്ഞെടുത്തതാണ്. നിങ്ങൾക്ക് പരിചയമുള്ള എത്രയോ പ്രാർത്ഥനക്കാരുണ്ട്, എത്രയോ പ്രാർത്ഥനാ കൂട്ടായ്മകൾ പോകുന്നവരുണ്ട്, എന്നിട്ട് എന്തുകൊണ്ട് നിന്നെ മാത്രം ദൈവം തിരഞ്ഞെടുത്തു? അതിൻ്റെ അർത്ഥം ദൈവത്തിന് നിന്നോട് ഒരു പർട്ടിക്കുലർ, ഒരു സ്പെഷ്യൽ സ്നേഹമുണ്ട്. ആമേൻ പറഞ്ഞേ, ആമേൻ ഉണ്ടെന്ന്. ഞാൻ ഇവിടെ ഒരു വൈദികനായിട്ട് നിന്ന് ഈ വചന ശുശ്രൂഷ നടത്തുമ്പോൾ എനിക്കൊരു കാര്യം നന്നായിട്ടറിയാം, എന്നെ എൻ്റെ കർത്താവിന് വലിയ സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ ഭാഗമാണ് ഞാൻ ഇവിടെ നിന്ന് ഈ വചനം പറയുന്നത്. ഇല്ലെങ്കിൽ പറയാൻ പറ്റത്തില്ലെന്ന്. അതെങ്ങനെ സാധിക്കും? നന്നായിട്ട് പ്രസംഗിക്കാൻ കഴിവുള്ളവർ ഇഷ്ടം പോലെ പേരുണ്ടല്ലോ. ഞാൻ ഓർക്കുന്നുണ്ട്, സെമിനാരിയിൽ ചേർന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ ബാച്ചിൽ തന്നെ ഇഷ്ടം പോലെ ശക്തമായി പ്രസംഗിക്കാൻ കഴിവുള്ള ആളുകളുണ്ട്, ബ്രദേഴ്സ് ഉണ്ട്. വൈദികരായപ്പോഴും അനേകരും ഞങ്ങളുടെ ബാച്ചിൽ തന്നെ ശക്തരായ അനേകരുണ്ട്. ഞാനെന്നൊരു വ്യക്തി ഇവിടെ നിന്നുകൊണ്ട് ഈ വചനം പങ്കുവെക്കുമ്പോൾ എനിക്കൊരു കാര്യം അറിയാം, എൻ്റെ ഈശോയ്ക്ക് എന്നെ വലിയ സ്നേഹമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും അത് വിശ്വസിച്ചോണം. എൻ്റെ ഈശോയ്ക്ക് എന്നെ അത്രമേൽ സ്നേഹമുള്ളത് കൊണ്ടാണ് ഈ ശുശ്രൂഷയിൽ ഞാൻ പങ്കെടുക്കുന്നത്. ഇത് ദൈവത്തിൻ്റെ മഹത്തായ ഒരു തെരഞ്ഞെടുപ്പാണ്. വിശ്വസിക്കുന്നവർ രണ്ട് കരങ്ങളും ഉയർത്തി പറഞ്ഞേ ആമേൻ, 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 ആമേൻ.